എഴുത്ത്, അഭിനയം, മിമിക്രി, സ്റ്റേജ് ഷോകൾ എന്നിവയിലൂടെ എല്ലാം ശ്രദ്ധ നേടിയ കലാകാരനാണ് ബിബിൻ ജോർജ്. അമർ അക്ബർ അന്തോണി, കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ തുടങ്ങിയ ഹിറ്റ് സിനിമകൾ വിഷ്ണു ഉണ്ണികൃഷ്ണനൊപ്പം ചേർന്ന് സൃഷ്ടിച്ചതും ബിബിനാണ്. സിനിമയിൽ മാത്രമല്ല മിനി സ്ക്രീനിലും സജീവമാണ്. ഒരു ചിരി, ഇരുചിരി, ബമ്പർ ചിരി എന്ന ഷോയിലെ 3 ജഡ്ജസിൽ ഒരാൾ കൂടിയാണ് ബിബിൻ ഇപ്പോൾ. സിനിമയിലൂടെ മാത്രമല്ല ചെറിയ ബിസിനസ്സിലൂടെയും നല്ലൊരു വരുമാനം നടൻ കണ്ടെത്തുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രചാരമുള്ളതാണ് താരത്തിന്റെ ബിരിയാണി കട. ഇപ്പോഴിതാ കളമശ്ശേരിയിലും നടൻ ഒരു പ്രമുഖ ബ്രാഞ്ച് ആരംഭിച്ചിരിക്കുകയാണ്. ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് എത്തിയ നടൻ ധർമ്മജൻ ബോൾഗാട്ടിയായിരുന്നു. ഉദ്ഘാടന ചടങ്ങിന്റെ വീഡിയോ വൈറലായപ്പോൾ വിമർശനവും ട്രോളും ലഭിച്ചത് ഏറെയും ധർമ്മജനാണ്. നാടൻ മുറിക്കാനായി ധർമ്മജൻ എത്തിയപ്പോൾ നടന്ന ചില കാര്യങ്ങളുടെ പേരിലാണ് പരിഹാസം ലഭിച്ചത്. നടൻ മദ്യപിച്ചിട്ടാണ് ഉദ്ഘാടനത്തിന് എന്നാണ് വീഡിയോ കണ്ട ആളുകൾ കുറിക്കുന്നത്. അതിന് കാരണം ഷർട്ടിന്റെ ബട്ടൺസ് തെറ്റിച്ചാണ് ഇട്ടിരിക്കുന്നത് എന്നതായിരുന്നു. മാത്രമല്ല ഇടയ്ക്കിടെ ധർമ്മജനെ ബിബിൻ ജോർജ് വീഴാതിരിക്കാൻ സപ്പോർട്ടും ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ട് തെറ്റിദ്ധരിച്ചായിരിക്കാം വീഡിയോ കണ്ടവർ നടൻ മദ്യപിച്ചിരിക്കുന്നു എന്ന നിഗമനത്തിൽ എത്തിയത്. എവിടെയോ ഇരുന്ന് അടിച്ചോണ്ട് ഇരുന്നപ്പോൾ വിളിച്ചോണ്ട് വന്നതാണെന്ന് കണ്ടാൽ പറയില്ല. ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടത് ആരെങ്കിലും ശ്രദ്ധിച്ചോ? ചെറിയ സെലിബ്രിറ്റി ആകുമ്പോഴും ഇവരെല്ലാം വെള്ളമടിച്ച് ചാവും. ഷർട്ടിന്റെ ബട്ടൺസ് എന്താ ലാലേട്ടന്റെ തോളിന്റെ ചെരുവ് പോലെ? എന്ത് തരിപ്പാ മോനെ, ജവാന് ഇത്രയും പവറോ? കത്രിക ഇപ്പോൾ താടിക്ക് കുത്തിക്കയറിയനെ. എന്തായാലും ബാറിന്റെ ഉദ്ഘാടനമാണോ? ഷർട്ടിന്റെ ബട്ടൺസ് എങ്കിലും മര്യാദയ്ക്കിട്ടൂടെ? 2.90 കൊടുത്തിട്ട് കത്രിക കൊടുക്ക്, അപ്പോൾ രജനി സ്റ്റൈലിൽ റിബൺ മുറിക്കുന്നത് കാണാം എന്നിങ്ങനെ നീളുന്നു പരിഹാസ കമന്റുകളായി വന്നത്. തന്റെ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിനെത്തിയ സുഹൃത്തിനെ സത്യമറിയാത്ത പ്രേക്ഷകർ പരിഹസിക്കുന്നത് കണ്ടതോടെ ബിബിൻ ജോർജ് തന്നെ പ്രതികരിച്ചെത്തി. ധർമ്മജൻ മദ്യപിച്ചിട്ടല്ല പരിപാടിക്ക് എത്തിയതെന്നും ഒരു ട്രോൾ വീഡിയോയ്ക്ക് താഴെ നടൻ കുറിച്ചു. നടന്റെ വർക്കിനെ ബഹുമാനിക്കുന്നു, പക്ഷേ ദൈവം സത്യമായും അദ്ദേഹം കഴിച്ചിട്ടില്ല. ഗോഡ് ബ്ലെസ് യു എന്നായിരുന്നു ബിബിൻ ജോർജിന്റെ മറുപടി. നമ്മുടെ ഒരു കൂട്ടുകാരൻ MLA ആയി, വെറുമൊരു കൂട്ടുകാരൻ ബിസിനസ്സുമാനായി. ഇനിയുമുണ്ട് കൂട്ടുകാർ എന്ന് എല്ലാവരും രക്ഷപ്പെടുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ നല്ല മൈൻഡുള്ള ആളാണ് ബിബിൻ. ഒരു സിനിമ ചെയ്താൽ പോലും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ വിളിച്ച് അതിൽ അഭിനയിപ്പിക്കും. അവർക്ക് നല്ല വേഷം കൊടുക്കും. വലിയ സ്റ്റാർഡം നോക്കി പോകാതെ അഭിനയിച്ചിട്ടുമുണ്ട്. അതൊരു വലിയ കാര്യമാണ്.